വ്യസനസമേതം ബന്ധുമിത്രാദികൾ. പേരിച്ചിരി ടഫാണ്. ഇന്ന് റിലീസായ മലയാള സിനിമയാണിത്. എസ് വിപിനാണ് ഈ സിനിമ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. വിപിൻ ദാസ് ജെ ഹേയുടെയും ഗുരുവായൂരമ്പല നടയുടെയും ഒക്കെ ഡയറക്ടറായ അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഏകദേശം സെയിം അദ്ദേഹത്തിൻ്റെ ഒരു ടീമുണ്ടല്ലോ, മറ്റേ വാഴയിലൊക്കെയുള്ള മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ വാഴയിലാണ്, അങ്കിത്താണ്. അങ്ങനെ ആ ഒരു ടീമും ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങുമാണ്. കാസ്റ്റൊക്കെ ഇപ്പം വാഴയിലെ തന്നെ സിജു സണ്ണി ഉണ്ട്, ജോമോൻ ജ്യോതിറുണ്ട്, അസീസ് ഉണ്ട്, നോബി ഉണ്ട്. അതല്ലാതെ ഇതിൽ മെയിനായിട്ട് അനശ്വര രാജൻ, മല്ലിക സുകുമാരൻ, അസീസ് ഇവരൊക്കെയാണ് മെയിൻ. പിന്നെ ബൈജു ഉണ്ട്. പിന്നെ ആ നാട്ടിൽ തന്നെ കുറേ ആൾക്കാർ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ യൂട്യൂബിലൊക്കെ കുറേ പേരുണ്ട്. സുബിൻ ടാർസനെ പോലുള്ളവരുണ്ട്. ഒരു കോമഡി ഡ്രാമയാണ് സിനിമ. ഒരു മരണ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് സിനിമ കാണിക്കുന്നത്. 1 മണിക്കൂർ 56 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. പക്ഷേ ഈ അത്രയും പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു 1:35+ ഉള്ളൂ ഇത്. കാരണം തിയേറ്ററിൽ കളിക്കുമ്പോൾ 2 മണിക്കൂറാക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടത് നമുക്ക് വ്യക്തമാണ്. ആദ്യത്തെ എഴുത്തായാലും ശരി, അവസാനം ഭയങ്കര സമയമെടുത്താണ് ഇത് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും ആ ഒരു ഡ്യൂറേഷൻ ആക്കാൻ അതിൻ്റെ ഒരു മടുപ്പുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ എത്ര സിനിമകൾ കാണുന്നതാണ്, അപ്പോൾ എത്ര ഡ്യൂറേഷൻ കുറവുള്ള സിനിമകൾ കാണുന്നതാണ്. അപ്പോൾ ഈ തിയേറ്ററുകാർ ഇങ്ങനൊരു കണ്ടീഷൻ വെച്ചാൽ നമ്മൾ അവരോട് സംസാരിച്ച് നമ്മുടെ സിനിമയുടെ സോള് കളയേണ്ട കാര്യമില്ലല്ലോ. ചുമ്മാ ഇങ്ങനെ ലാഗ് അടിപ്പിച്ച് ഈ ഒരു എഴുത്തിലൂടെയൊക്കെ. പടത്തിന് ലാഗൊന്നുമില്ല, പക്ഷേ ഈ എഴുത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് നമുക്കത് കാണുമ്പോൾ അറിയാം ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് വാച്ചാണ്, ഒരു ഡീസൻറ്റ് ടു ഗുഡ് ഒരു വാച്ചാണ് എന്തായാലും. നല്ല ക്രൗഡിൻ്റെ കൂടെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. കാരണം ഇതിലെ കോമഡികളൊക്കെ അങ്ങനത്തെയാണ്, സിറ്റുവേഷണൽ കോമഡികളാണ് കൂടുതലും. മിക്ക കോമഡികളും വർക്കായിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എല്ലാവരും നന്നായിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അനശ്വരയിലെയും അസീസിനെയാണ്. സിജു സണ്ണിയായാലും ജോമോനായാലും ബൈജു ആയാലും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നോബി. ആകെ ഇതിൽ മടുപ്പായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ പറയില്ല, മുതിർന്ന സ്ത്രീകൾ അവർ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. കോമഡി കാണിക്കുന്നതാണ്, പക്ഷേ ഇച്ചിരി കയ്യിൽ നിന്ന് പോയതായിട്ട് തോന്നിയായിരുന്നു. അല്ലാതെ പുരുഷന്മാരെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ ഇതിപ്പം നല്ലൊരു സിനിമയാണ്. എന്നാൽ തിയേറ്ററിൽ പോയി കണ്ട് ചിരിച്ചു മറിയാൻ അങ്ങനത്തെ തിയേറ്ററിൽ പോയി തിയേറ്റർ വെർത്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലെന്ന് വേണം പറയാൻ. ഇത് ഒരിക്കലും ഒരു മോശം സിനിമയോ അല്ലെങ്കിൽ നമ്മുടെ വാച്ച് അർഹിക്കാത്തൊരു സിനിമയല്ല. നമ്മളിത് കാണണം, പക്ഷേ തിയേറ്ററിൽ പോയി അത്ര ഇതിനുള്ള ഇല്ല, ഒരു തിയേറ്റർ വാച്ചൊന്നും അല്ല. OTT ഒക്കെ വന്നു കഴിയുമ്പോൾ കുഴപ്പമില്ലല്ലോ, ഒരു നല്ല സിനിമയാണല്ലോ. ഇപ്പോൾ ഈ അടുത്ത് അഭിലാഷം പറയുന്ന പോലെ ആ ഒരു ഇത് കിട്ടാൻ സാധ്യതയുള്ള. ഞാൻ ജോണറല്ല പറയുന്നത്, തിയേറ്റർ വാച്ചിൻ്റെ ഒരു ഘടകമാണ് പറയുന്നത്. അപ്പം അതാണ് ഈ സിനിമയെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ വർക്കായി. പിന്നെ ക്ലൈമാക്സ് കുറച്ചുകൂടെ സെറ്റാക്കാമെന്ന് തോന്നി. കാരണം അതുവരെയുള്ള ഒരു സിമ്പിൾ പടമാണ്. അപ്പോൾ ക്ലൈമാക്സ് ഒന്ന് ഹൈ ആയിരുന്ന കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടിയേനെ. ഇതൊരു അണ്ടർവെൽമിംഗ് ആയിട്ട് തോന്നി ക്ലൈമാക്സ്. അത് ആകത്തൊക്കെ പടം ഒരു ഗുഡ് വാച്ചാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു 1 ടൈം വാച്ച് എന്തായാലും അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 3/5 ആണ്.